നമസ്കാരം. അമേരിക്ക ടുഡേയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ മെർലിൻ തോമസ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒന്നല്ല 3 പ്രഗത്ഭ കലാകാരന്മാരാണ് നാട്ടിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കവരെ പരിചയപ്പെടാം. നമുക്ക് ആദ്യമായിട്ട് സ്റ്റേജിലാണെങ്കിൽ അച്ഛമാമയെ കാഴ്ചവെച്ച് മറ്റാരുമല്ല നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മനോജ് ഗിന്നസിനെ വേദിയിലേക്ക് സാധിച്ചു. നമസ്കാരം ചേട്ടാ, പറയൂ, എന്താണ് വിശേഷങ്ങൾ? അമേരിക്ക വന്നിട്ട് എന്താണ് തോന്നുന്നത്? അടിപൊളിയായിരുന്നു. അടുത്തത് നമുക്ക് എല്ലാം പ്രിയങ്കരനായ അല്ലെങ്കിൽ നമ്മുടെ തന്നെ സ്വന്തം കള്ളുകുടിയൻ എന്ന് വിശേഷണപ്പെടുത്താവുന്ന നമ്മുടെ പ്രിയങ്കരനായ പ്രശാന്ത് പുനപുരയാണ് കൂടെ ഉള്ളത്. എന്താ പറയണ്ടേ? എന്താ വേണമെങ്കിലും പറഞ്ഞോളൂ. എൻ്റെ അമേരിക്കയിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. ഇവിടെ ഞങ്ങളിപ്പോൾ 1 മാസമായി തരംഗ ആർട്സിൻ്റെ വിസ്മയം 2011 എന്ന് പറഞ്ഞൊരു പരിപാടിക്ക് വന്നിട്ട് വളരെ നല്ല രീതിയിൽ, പണ്ട് ഞങ്ങളിതുപോലെ ഗിന്നസിൻ്റെ പേരിൽ ഞങ്ങൾ വളർന്നു വരുന്ന തുടക്കകാലങ്ങളിൽ വന്നിട്ടുള്ള ഒരു നല്ലൊരു പരിപാടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് ഷോസുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ മനോഹരമായിട്ട് ഇവിടുത്തെ എല്ലാ മലയാളികളും ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ഉണ്ടായ ഒരു ഷോ, എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെട്ട ഒരു ഷോ, അതിൽ പങ്കാളിയാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരും വളരെ നല്ല രീതിയിൽ നമ്മളെ സ്വീകരിച്ച്, ഇപ്പോഴും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വന്നപ്പോഴും ഇപ്പോഴും നമ്മളെ സ്വീകരിച്ചതിൽ വളരെ സന്തോഷം. അടിച്ചു പൊളിച്ച് പ്രോഗ്രാം നന്നായി. അടുത്തതായിട്ട് എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നതെന്ന് അറിയത്തില്ല, പക്ഷേ യങ് സ്റ്റാർ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ സംഗീത ലോകത്തെ പുതിയ വാഗ്ദാനമായ നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ രമേശ് ബാബുവിനെയാണ് സ്വാഗതം ചെയ്യുന്നത്. എല്ലാ മലയാളി പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. എന്തായാലും ഞാനത് 5ാമത്തെ തവണയാണ് ഇവിടെ US പ്രോഗ്രാം നടന്നത്. അപ്പോൾ ഈ ഒരു ഷോയിൽ പ്രത്യേകിച്ച് പറയാമെന്ന് വെച്ചാൽ, നേരത്തെ പ്രശാന്തും മനോജും പറഞ്ഞ പോലെ ഭയങ്കര അടുക്കും ചിട്ടയോടി ഒരു വെൽ പ്രാക്ടീസ്ഡ് ആയിട്ടുള്ള ഷോ ആണ് ഞങ്ങളിവിടെ വന്നത്. കാരണം ഞങ്ങൾ മാജിക്കും മ്യൂസിക്, മിമിക്സ്, ഡാൻസ് എല്ലാം കൂടി എങ്ങനെ മിങ്കിൾ ചെയ്യും, മെർജ് ചെയ്ത് എങ്ങനെ ഷോ ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കറക്റ്റ് നല്ലൊരു പ്രാക്ടീസ് നമ്മൾ നാട്ടിൽ ചെയ്ത് ഇവിടെ വന്ന് ഷോ കറക്റ്റായിട്ട് ചെയ്തപ്പം ഇവിടുത്തെ മലയാളികൾ 2 കൈ നീട്ടി സ്വീകരിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം എല്ലാ സ്റ്റേജിലും ഒരേ റെസ്പോൺസാണ് നമുക്ക് കിട്ടിയിട്ടില്ല. മാത്രമല്ല ഈ മാജിക്, മ്യൂസിക്, മിമിക്സ് എന്നൊരു സംഭവം ഇത്രയും നല്ല മെർജ് ചെയ്തൊരു ഷോ, നല്ലൊരു ഷോ ചെയ്യാൻ സാധിച്ചത് വളരെയധികം സന്തോഷം. ഇനിയിപ്പോൾ നമുക്ക് അമേരിക്കൻ വിശേഷങ്ങളിലേക്ക് കടക്കാം അല്ലേ? ഇനി ചോദ്യം ഉത്തരം എല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്യാം. പറയും, നിങ്ങൾ തന്നെ പറയും, എന്തായിരുന്നു ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ്? നമുക്ക് എന്തായാലും നല്ലൊരു വരവേൽപ്പാണ് നമുക്ക് അമേരിക്ക കിട്ടിയത്. കാരണം വന്നപ്പോൾ തന്നെ ഭൂകമ്പം, തൊട്ടടുത്ത ദിവസം കൊടുങ്കാറ്റ്, ഇതൊക്കെ നേരിട്ട് അറിയാനുള്ളൊരു ഭാഗ്യമുണ്ടായിരുന്നു. സത്യം കണ്ടിട്ടില്ല, ഇങ്ങനെ കണ്ടിട്ടില്ല. എന്തായാലും ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ എല്ലാവരും ഒന്ന് അറിഞ്ഞെന്നുള്ള അതുപോലെ എന്തെങ്കിലും പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വളരെ സന്തോഷം. ഒരു തരംഗം കൊണ്ടുവന്ന ആ പ്രോഗ്രാം ആദ്യം സ്റ്റെപ്പ് വെച്ചപ്പോൾ തന്നെ നല്ലൊരു തരംഗം ഉണ്ടായിരുന്നു. ഈ ഭൂകമ്പം പറഞ്ഞിട്ട് ഹരിക്കാനൊക്കെ കണ്ടപ്പോ എങ്ങനെയായിരുന്നു? പേടിച്ചോ? നമ്മളിങ്ങനെ കൊടുങ്കാറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും പക്ഷെ നമ്മള് പുറത്തോട്ട് ഇറക്കിയിട്ടുണ്ട്. ഏകദേശം 2 മണി സമയത്താണ് കൊടുങ്കാറ്റ് തുടങ്ങിയത്. അത് ഞാൻ എഴുന്നേറ്റിരുന്ന് നമ്മളത് കൊടുങ്കാറ്റിന്റെ കണ്ടു സൗണ്ട് ഇങ്ങനെ അങ്ങനെ കേട്ടപ്പോൾ എഴുന്നേറ്റ് അതുപോലെ കാണാൻ സാധിച്ചു. കൊടുങ്കാറ്റ് അങ്ങനെ ആദ്യമായിട്ട് കണ്ടു ന്യൂയോർക്ക്. നമ്മളെ തൊട്ടടുത്ത്, നമ്മൾ താമസിക്കുന്നതിന് തൊട്ടടുത്ത് വരെ വെള്ളമെല്ലാം കയറി വീടുകളൊക്കെ ഇതായിട്ട് നമ്മൾ TV കാണുന്നത്. പക്ഷെ അത്രയും പ്രോബ്ലം വരെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ റൂമിൽ തന്നെ അത്രയും ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് വേറെ സത്യം. പക്ഷെ നമ്മൾ റൂമിൽ നിന്ന് കാണുന്നുണ്ട് അതൊക്കെ, കാറ്റിൻ്റെ ഇതും എല്ലാം കാണുന്നുണ്ടെങ്കിൽ TV കാണുമ്പം തൊട്ടടുത്ത സ്ഥലങ്ങൾ വരെ വല്ലാതെ ഫ്ലഡായി. കാറ്റ് വന്നപ്പോൾ ഞങ്ങളൊന്ന് നമ്മൾ ഇറങ്ങി നോക്കാന്ന് പറഞ്ഞ് ഇറങ്ങി നമ്മളിത് കൊണ്ടിട്ടുണ്ടെന്ന് നാളെ പറയാൻ എന്ന് പറയുന്നത് ഞങ്ങൾ ഇറങ്ങി വെളിയിൽ നിന്ന് കാറ്റൊക്കെ കൊണ്ട് ഭയങ്കര പ്രശ്നം ഇതായപ്പോൾ ഞങ്ങൾ തിരിച്ചു പ്രശാന്തൻ എന്നുള്ള പേര് കേരളത്തിലും ഇവിടെയും പലർക്കും അറിയത്തില്ല. ഒരുപാട് റഷാണ് കലാഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് റഷാണ്. നമ്മളിപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞാൽ ഇപ്പോൾ ഒരു +1 താഴെ എല്ലാം ഭയങ്കര ടാലൻ്റ് ആയിട്ടുള്ള പിള്ളേരാണ് അല്ലേ. അപ്പം കലാഫീൽഡിൽ ഇന്ന് ഭയങ്കര റഷാണ്. അപ്പം നമ്മളൊരു സംഭവം, നമ്മളൊരു ചെറിയ സാധനം, അത് ജനങ്ങളാണ് ഭയങ്കര തിരക്കും ഭയങ്കര ടെൻഷനുമാണ്. ഇടയ്ക്ക് നമ്മൾ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അവർ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് ആയിട്ടുള്ളൊരു സംഭവമാണ്. അല്ലെങ്കിൽ നമ്മളുടെ പേരും ഈ 10 മിനിറ്റ് ഒരു സ്കിറ്റ് കൊണ്ട് ജനങ്ങൾ, ഈ മലയാളികൾ വേൾഡിൽ എവിടെ ഉണ്ടായാലും എല്ലാവരും ഇഷ്ടപ്പെട്ടതിൽ വളരെ സന്തോഷം. അതാണ് എൻ്റെ മനസ്സിലായാലുള്ള മറുപടി എന്ന് പറഞ്ഞാൽ, ദൈവം തരുന്ന സംഭവങ്ങൾക്ക് എപ്പോഴും ക്ലാരിറ്റി ഉണ്ടാവും, ഫ്രീക്വൻസി ഉണ്ടാവും,
ക്വാളിറ്റി ഉണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു ഭാഗം. ഞാൻ അതുകൊണ്ടാണ് എന്നെ ഒരാൾ പോലും എന്നെ വിഷ് ചെയ്യുന്നത് പോലും ഞാനതിനെ വളരെയധികം ദൈവത്തോട് നന്ദി പറയാം. ഒരുപാട് തിരക്കുകളും ഒരുപാട് ബുദ്ധിമുട്ടും ഒക്കെ ഉള്ള സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ പ്രവൃത്തി ഒരു പ്രാവശ്യമെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ദൈവത്തോടും പിന്നെ ഇഷ്ടപ്പെട്ടവർക്കും വേണ്ടി ഞാൻ നന്ദി പറയാം. ഇല്ലില്ല, ഞാൻ കൂടെ ഉണ്ടല്ലോ. ഞാനും 5ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. പ്രോഗ്രാമിനെ കുറിച്ച് തന്നെ ആദ്യമേ പറഞ്ഞല്ലോ. ഇനി പ്രോഗ്രാമിനെ കുറിച്ച് പറയാൻ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് കിടക്കാം. അച്ചുമാമ ആയത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ സത്യം പറഞ്ഞത് ആദ്യമായിട്ട് സലീംകുമാറാണ്, നടൻ സലീംകുമാറാണ് എന്നോട് പറഞ്ഞത് അച്ചുമാമ ഒരു പ്രോഗ്രാമിൽ കണ്ണൂരുള്ളൊരു മന്ത്രിയെ അവതരിപ്പിക്കാനായിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യും. അപ്പോൾ സലീംകുമാർ ഫ്രണ്ടിൽ നിന്ന് മേക്കപ്പ് ചെയ്യുന്നു, തൊട്ടുപുറം ഞാനിരിക്കുന്നു. ഞാൻ മേക്കപ്പ് ചെയ്ത സമയത്ത് സലീംകുമാർ ചേട്ടാ നിനക്ക് VS ചെയ്യാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല VS ആരാന്ന് എനിക്കന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞു, നീ ഇങ്ങനെ മുടി ചെയ്യുക, ആ ചെയ്യുക, ഇങ്ങനെയൊക്കെ മേക്കപ്പ് എല്ലാം ഇട്ട് എനിക്ക് കണ്ണടയൊക്കെ വെച്ച് തന്നപ്പോൾ എടാ കറക്റ്റാണ്, നീ ഇത് VS ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു മാസികയിൽ ഈ VS ഒരു ഫോട്ടോ കണ്ടിട്ട് പിന്നെ ഞാൻ അതുപോലെയൊക്കെ ഒന്ന് ആക്കി. ഫസ്റ്റ് പ്രോഗ്രാം തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ ഓഡിറ്റോറിയത്തിലായിരുന്നു, സ്റ്റേഡിയത്തിൽ മാതൃഭൂമിയുടെ അവാർഡ് നൈറ്റിന് ഞാൻ അച്യുതാനന്ദൻ ആദ്യമായിട്ട് അവതരിപ്പിക്കുക. അപ്പോൾ ഈ ഗാലറിയിൽ നമ്മൾ ഈ ഫുട്ബോൾ കളിക്ക് ഗോൾ അടിക്കുമ്പോൾ ആരവമില്ലേ, ഇങ്ങനെ ഒരു ആരവായിരുന്നു. ആദ്യമായിട്ട് അച്യുതാനന്ദൻ വേദിയിൽ വന്നപ്പോൾ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി, ദൈവം ഇത്രയും ആരാധകരോ. പിന്നെ അതൊരു ജീവിതമാർഗമായി ഒരു ജുബയെ തയ്പ്പിച്ച് ഉള്ള രാജ്യങ്ങളിലല്ല ഈ ജുബയെ കൊണ്ടുപോയി. മനോജ് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്, പക്ഷെ മനോജ് അവതരിപ്പിച്ചാൽ ഒരു ഗ്ലാമറിസം, അതായത് അദ്ദേഹത്തിനൊരു ഗ്ലാമർ കൊടുത്ത് അതിനൊരു വ്യക്തി എല്ലാവരും ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തെ ഒരു വ്യക്തി ഇഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുള്ള, ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഒരു ഇതായിട്ട് പറയല്ല എങ്കിൽ തന്നെ മനോജ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തോട് എല്ലാവർക്കും ഒരു നല്ലൊരു ഇഷ്ടം തോന്നിയത്. ഇപ്പം ചില രാജ്യങ്ങളിലൊക്കെ പ്രോഗ്രാമിൽ കൊച്ചു പിള്ളേർ വരെ കാണുമ്പോൾ ഇങ്ങനെ കാണിക്കും. അപ്പം അത് നമുക്ക് അങ്ങനെ അത് ഒരു ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ അങ്ങനെ ഒരു തുടക്കം കുറിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതുവരെ അച്യുതാനന്ദനെ ഞാൻ കണ്ടിട്ടില്ല. ഓരോന്നും എന്ത് സംഭവമാണല്ലോ അത് യൂസ് ചെയ്യുന്നതിൻ്റെ വേയിലാണ് മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നത് അല്ലേ. ഇപ്പം ഞാൻ കുടിയൻ ചെയ്യാറുണ്ട്, ഒരുപാട് പേര് കുടിയൻ ചെയ്യാറുണ്ട്. പണ്ട് മദ്യപാനികളെ എല്ലാവരും പേടിക്കുന്നതും വെറുക്കുന്ന ഒരു സംഭവം കാലഘട്ടം ഉണ്ടായിരുന്നല്ലേ നമ്മുടെ നാട്ടിലൊക്കെ പെണ്ണുങ്ങൾ. പക്ഷെ ഇന്ന് സത്യം പറഞ്ഞാൽ മദ്യപാനിയെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് മാറി നിന്ന് നോക്കും, അയാളുടെ ഒരു കോമഡി കഥാപാത്രമായിട്ടുണ്ട്. പക്ഷെ ഞാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം എന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട നാട്ടിൽ കൂലിപ്പണി കഴിഞ്ഞ് വന്ന് അത്യാവശ്യം വെള്ളമടിക്കുന്ന ഒരാളുടെ ഒരു നിഷ്കളങ്കമായിട്ടുള്ളൊരു സംഭവമാണ്, ഒരു ക്രൂരനായിട്ടുള്ള ഒരു സംഭവമല്ല. പിന്നെ ബൈജു എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇത്രയും ജനങ്ങളെ ഇഷ്ടപ്പെടാൻ കാരണം ഒരു ആദ്യത്തെ നമ്മൾ ഉണ്ടാക്കി, ഞാനും മനോജും എല്ലാം കൂടി കുവൈറ്റിൽ പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സ്കിറ്റാണ് ബൈജു അടികൊള്ളുന്നൊരു സ്കിറ്റ്. ആ സ്കിറ്റ് ആദ്യം റിഹേഴ്സൽ ഇല്ലാത്ത ആദ്യത്തെ ഐറ്റം അതല്ലേ, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് നീ അത് പറയണമെന്ന് പറഞ്ഞ് ഞങ്ങൾ വെറുതെ റൂമിലിരുന്ന് പറഞ്ഞിട്ട് കയറിയ ഐറ്റമാണ്. പക്ഷെ അത് ഹിറ്റായി. അപ്പം അതിനകത്ത് എന്താന്ന് പറഞ്ഞാൽ അത് ഹിറ്റാൻ കാരണം കുറേ ഫാമിലി ഓഡിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്ലി സംസാരിക്കാൻ പറ്റിയ കുറേ വാക്കുകളുണ്ട് അതിനകത്ത്, കുറേ വേഴ്സ്. ഇപ്പം തന്നെ മലൻ എന്നെ കണ്ടിട്ടുണ്ട് ശരി മാന്യ എന്ന് പറയുന്നതും. ഇപ്പോൾ ഉദാഹരണം ഒരു വീട്ടിൽ പിന്നെ അച്ഛൻ മോളോട് ചോദിക്കുക മോളെ സമയം തേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോനെ എന്ന് തിരിച്ചു വയ്ക്കും. പ്രായഭേദം തന്നെ ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന കുറേ ഡയലോഗ്സ് അതിനകത്തുണ്ട്. അല്ലാതെ യാതൊരു വൃത്തികേടും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും ഫ്രണ്ട്ലി. ഇപ്പോൾ ഞാൻ പലരും കേട്ടിട്ടുണ്ട്, ഓട്ടോ സ്റ്റാൻഡിലാണ് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് എന്തെങ്കിലും ആരെങ്കിലും ഒരു കൂട്ടുകാരൻ ആരെങ്കിലും ചെറുപ്പക്കാരൻ നമ്മുടെ പയ്യനെ കേട്ടോ എന്ന് വിചാരിക്കല്ലേ, ഇങ്ങനെയൊക്കെ അവർക്ക് പറയാം. എപ്പോഴും ഏത് സമയത്തും ഉപയോഗിക്കാൻ പറ്റിയ കുറേ വാക്കുകൾ കോർത്തിണക്കിയാണ് ആ സ്കിറ്റ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് അത്രയും ഫ്രീക്വൻസി ആ സാധനം ഉണ്ടായത്. അതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ എല്ലാവരും അതുപോലെ അങ്ങ് പിന്നെ കളിച്ച് എല്ലാവരും അങ്ങ് അതിനകത്ത് കഥാപാത്രങ്ങളായിപ്പോയി. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. Discount Grocers, Stafford, Texas. Fresh vegetables, fish, halal meat, frozen food stuff, കൂടാതെ എല്ലാവിധ ഇന്ത്യൻ ഗ്രോസറി ഐറ്റംസും മിതമായ വിലയിൽ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ടെക്സസിലെ ഏറ്റവും വലിയ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്. ഫോൺ 281-261-8950. Discount Grocers, Stafford, Texas.
Reflection Media, Houston, Texas. Professional people with latest professional equipments. We do high-definition videos and photographs for weddings, engagement, birthday, baptism, and all other occasions in anywhere in US. Family portraits in affordable prices. Please call Khalid Taliesin, 832-476-8777. Reflection Media, Houston, Texas. വെൽക്കം ബാക്ക്. ഗാനവിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഗാനവിശേഷം എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഒരു 10-12 പടത്തിൽ കൂടുതൽ ഞാൻ പാടി കഴിഞ്ഞു. ഓൾറെഡി പാടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അലക്സ് പോൾ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറാണ് ഞാൻ ഭയങ്കരമായിട്ട് കടപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. കാരണം പ്ലേ ബാക്ക് സിംഗർ ആവുക എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു അംബീഷനാണ്. പക്ഷെ നമുക്കറിയില്ല നമുക്കതങ്ങനെ നമ്മളാവുമോ പ്ലേ ബാക്കിലേക്ക് എത്തിപ്പെടുമോ എന്നുള്ളത് നമുക്കൊരു. കാരണം ദാസേട്ടൻ, എം ശ്രീകുമാർ ഈ ഒരു ഇത് വിട്ടിട്ട് ഒരു സിംഗേഴ്സിന് വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇത് യങ്സ്റ്റേഴ്സ് എല്ലാം വരാൻ തുടങ്ങിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ട്രാക്ക് പാടിയത് ഞാൻ ദാസേട്ടന് വേണ്ടിയിട്ടാണ്. തൊമ്മനും മക്കളും എന്ന് പറയുന്ന പടത്തിൽ വട്ടുകൊലക്കുട ചൂടിയെത്തിയ വട്ടാരമ്പിളി പെണ്ണെ പൂമാനത്തെ പുത്തരിപ്പാടം കൊയ്യാനെത്തിയ പെണ്ണെ എന്ന് പറയുന്ന പാട്ടാണ് പാടിയത്. പക്ഷെ എന്തായാലും എനിക്കത് വളരെ സന്തോഷം. കാരണം ദാസേട്ടന് വേണ്ടി ട്രാക്ക് പാടി വരാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ്. അതുപോലെ തന്നെ പിന്നെ എൻ്റെ ലൈഫിൽ രാജമാണിക്യം എന്നൊരു പടം ഭയങ്കര ഹിറ്റാണ്. എൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ പടത്തിൽ അതിലെ ടൈറ്റിൽ സോങ് പാടിക്കൊണ്ടാണ് ഞാൻ ഫിലിം ഫീൽഡിൽ എൻട്രി ചെയ്യാറ്. ഞാൻ ഈ ഫീൽഡിൽ പ്രൊഫഷണൽ രംഗത്ത് വന്നിട്ട് 10-20 വർഷം കഴിഞ്ഞെങ്കിലും സിനിമാ ഫീൽഡിൽ വളരെ കുറച്ച് കാലഘട്ടമായിട്ടുള്ളൂ. ഒരു 5 വർഷം ആയിട്ടേ ഉള്ളൂ ഞാൻ. ഒരുപക്ഷെ അത് ഇത്തരം ഫിലിമിലൊക്കെ പാടിയതായിരിക്കാം ഒരുപക്ഷെ ഇവിടം വരെയൊക്കെ നമ്മളെ കൊണ്ട് എത്തിച്ചത്. ആ ഒരു ഇതൊക്കെ ഒരുപാട് വിദേശ നാടുകളിൽ പ്രോഗ്രാം ചെയ്യാം. കാരണം ഓട്ടോമാറ്റിക്കലി ഒരു പ്ലേ ബാക്ക് എന്ന് പറയുന്നത് ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അതുപോലെ നമ്മൾ പാടിയിട്ടുള്ള കുറച്ച് ഗാനങ്ങൾ നമുക്ക് വളരെയധികം എന്താ പറയുക ശ്രദ്ധിക്കപ്പെടുന്ന കുറേ പാട്ടുകൾ. കാറ്റാടിത്താളെന്ന് പറഞ്ഞ ക്ലാസ്മേറ്റ്സിലെ അത് പാടാൻ ഞാനും വിധുവും കൂടി ചേർന്ന് പാടിയിട്ടുണ്ട്. ചൂഹരി പറഞ്ഞാൽ ഉന്നം മറന്നത് ഗാനത്തിൻ്റെ റീമിക്സ്. അത് ഞാനത് ഇത് ഈ പടം ഇൻഹരി എന്നാൽ ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ ഈ ഷൂട്ടിങ് കാണാൻ പോയി നിന്നുണ്ട്. അന്ന് ഞാൻ ഓർത്തില്ല ഞാൻ ഈ ഉന്നമറം എന്നുള്ള ഗാനത്തിൻ്റെ സെക്കൻഡ് പാർട്ട് വരും, അല്ല ഈ പടത്തിൻ്റെ സെക്കൻഡ് പാർട്ട് വരുമെന്നോ അതിൽ ഈ ഗാനം എനിക്ക് പാടാൻ പറ്റുമെന്നോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല. അപ്പോൾ എന്തായാലും അതൊക്കെ ഒരു വലിയ നേട്ടങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. ഓരോ ഇപ്പം പ്രശാന്ത് പറഞ്ഞാൽ നമ്മൾ ഈ ഓരോ ഇത് കിട്ടുന്നതും വലിയ വലിയ നേട്ടങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം. ഇതാണ് എൻ്റെ ഒരു മ്യൂസിക് വിശേഷം. നിങ്ങളിവിടെ അമേരിക്ക വന്നിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ എക്സൈറ്റ്മെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തോ? അമേരിക്ക ചുമ്മാ കറങ്ങിയിടുന്ന പരിപാടി നടത്താം. പരിപാടി നടത്താൻ വേണ്ടി പിന്നെ നമുക്കിപ്പോഴത്തെ ടെൻഷൻ സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ വളർന്നു വരുന്ന ആർട്ടിസ്റ്റുകളെ പോലുള്ള ടെൻഷൻ ഇപ്പോൾ പണ്ട് വിഷയമില്ല. പണ്ട് ഇങ്ങനെ വളർന്നു വന്നിട്ട് മൊത്തം എന്തെങ്കിലും ചെയ്യാൻ ക്രൈസാണ്. ഇന്നിപ്പം ജനം എന്ത് ഇഷ്ടപ്പെടും എന്നുള്ളൊരു കൺഫ്യൂഷനില്ല. അത് കാരണം നമുക്ക് പേടിയാണ്. കാരണം നമ്മളിപ്പോഴും സത്യം പറഞ്ഞാൽ വളർന്നു വരുന്ന ആർട്ടിസ്റ്റുകളെ പോലെ ഇപ്പോഴും ജീവിക്കുന്നത്. പക്ഷെ അപ്പോൾ ആ ഒരു ഫാക്ടർ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ പണ്ടത്തെ ആർട്ടിസ്റ്റുകളും ഇപ്പോഴും ഉണ്ടെങ്കിൽ അത് വീണ്ടും ജനങ്ങൾ സ്വീകരിക്കുമെന്ന് തോന്നാറില്ലേ? തീർച്ചയായും. അപ്പൊ പിന്നെ അവരെ പറ്റി അവരുടെ കോൺഷ്യസിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം അതല്ല. ചാനലുകളിൽ വന്നതോടെ ഒരുപാട് ഷോസ് പോലെ അതാണ് ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറയുന്നത്, ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ ചാനൽസിൽ ഒരുപാട് മ്യൂസിക് ആയാലും കോമഡി ആയാലും ഒരുപാട് ഇത് കാണുമല്ലേ ജനം. അപ്പോൾ പുതിയതായിട്ട് ഒരാൾ വരുമ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടും. പുതിയൊരു പ്രൊഡക്റ്റ് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതെന്താണെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും എന്ന് പറയുന്ന പോലെ. ഇപ്പൊ ഈ അമേരിക്ക തരുന്ന പണ്ട് നമ്മൾ ചാനലുകൾ അത് അത്രയും ഇതാകത്തോണ്ട് നമ്മൾ അന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ അപ് ടു ഡേറ്റ് ആണ്. ഓരോ കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളും കാണുക. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസമുണ്ട്. അപ്പം ഇവിടെ വന്ന് ഷോ ചെയ്യുമ്പോൾ എന്താണ് പുതിയതായിട്ട് ചെയ്യാൻ പറ്റുക? വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ സത്യം പറഞ്ഞാൽ ഭയങ്കര നമ്മുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കാം. ഇന്നുവരെ ഒരു ഫ്ലോപ്പായിട്ടുള്ള ഷോ കൊണ്ട് നമ്മൾ ഇന്നുവരെ ഇവിടെ വന്നിട്ടില്ല. ഇന്നിപ്പോൾ പണ്ട് മിമിക്രി പോലെയല്ല ഇപ്പോഴുള്ള മിമിക്രി. കാരണം ഇപ്പോൾ ഒരുപാട് TV പരിപാടികൾ ഡെയിലി കാണും ആളുകൾ. ഈ TV കാണുമ്പോൾ നമ്മൾ പണ്ട് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അങ്ങ് ഒന്ന് തെന്നി വീണാൽ ചിരിക്കും. നമ്മളൊരു ജുബ്ബയിട്ട് വന്ന് പെണ്ണിൻ്റെ വേഷം കെട്ടിയാലൊക്കെ ചെയ്താൽ. പക്ഷെ ആ കാലം മാറി. ഇന്ന് റിയലായിട്ട് ചെയ്താൽ മാത്രമേ സ്റ്റേജിൽ വിജയിക്കുള്ളൂ. എന്തായാലും ഈ പ്രോഗ്രാം നല്ലപോലെ വിജയമാക്കി തന്നത് ഇവിടുത്തെ അമേരിക്കൻ മലയാളീസിനുണ്ട്. നിങ്ങൾ എല്ലാവരും നന്ദി അറിയിക്കുകയാണ്. വീണ്ടും വരുമ്പോഴും ഇതേപോലത്തെ സഹകരണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് ഇവിടെ അഭ്യർത്ഥിക്കുക.